നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനമറിയിക്കുന്നു. ഈ ദിവസവും ദൈവകൃപയോടെ അനുഗ്രഹത്തോടെ ആയിരിക്കാൻ ദൈവം നമുക്ക് നൽകിയ ആത്മീകവും ഭൗതികമായ നന്മകൾക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യാം, കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 107 സങ്കീർത്തനം 15 വാക്യമാണ്. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. Oh, that men would praise Jehovah for his loving kindness and for his wonderful works to the children of men. അനുഗ്രഹമുള്ള ഈ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. മനുഷ്യർ ദൈവത്തെ സ്തുതിക്കട്ടെ. അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ആരാണ് സ്തുതിക്കേണ്ടുന്നത് എന്ന ഒരു കൃത്യമായ നിർവചനം നാം അവിടെ കാണുകയാണ്. സ്തുതി, പ്രശംസ എന്നത് അപരന് ഞാൻ കൊടുക്കുന്ന വിലയുടെ അടിസ്ഥാനത്തിലാണ്. അപരന് ഞാൻ നൽകുന്ന എൻ്റെ ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയെങ്കിൽ ദൈവവുമായി നമുക്കുള്ള ആത്മബന്ധം, ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ച അനുഗ്രഹങ്ങൾ, ഇവ നമ്മുടെ സ്തുതിക്ക്, ആരാധനയ്ക്ക്, സ്തോത്രത്തിന് മുഖാന്തരമാണ് എന്നറിയണം. ഒന്ന്, അവൻ്റെ നന്മയെ ചൊല്ലി സ്തുതിക്കണം. നന്മ എന്നതിന് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹിസ് ലവിങ് കൈൻഡ്നസ് എന്നാണ്. സ്നേഹവും ദയയും ഒരുപോലെ വെളിപ്പെടുന്ന ഒന്നാണ് നന്മ എന്ന് പറയുന്നത്. ഒരാൾ നന്മയുള്ളയാളാണ്, നന്മ ചെയ്യുന്നയാളാണ് എന്ന് വരണമെങ്കിൽ സ്നേഹവും ദയയും ഒരുപോലെ ആളുകളിൽ വ്യാപരിക്കണം. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ രോഗികളെ കണ്ടിട്ട് യേശു മനസ്സലിയുകയാണ്. ഹി ഫെൽ കമ്പാഷൻ എന്ന് എഴുതിയിരിക്കുന്നത്. യേശുവിന് അവരോട് മനസ്സലിവ് തോന്നുകയാണ്. മനസ്സലിവ് തോന്നാൻ മനുഷ്യർക്ക് പരിമിതികളുണ്ട്. മനസ്സലിവ് തോന്നാം, പക്ഷേ ഉദ്ദേശിക്കുന്നത് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ. ചിലർക്ക് അവസ്ഥയുണ്ടെങ്കിലും മനസ്സലിവ് തോന്നാത്ത രീതികൾ. പക്ഷേ ദൈവം എക്കാലത്തും നമ്മെ സ്നേഹത്തോടെ, ദയയോട് കാണുകയും നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ നമ്മുടെ മേൽ പകരുകയും ചെയ്യും. മറ്റൊന്ന്, ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. വണ്ടർഫുൾ വർക്ക്സ്, നിശ്ചയമായും അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. മനുഷ്യന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുകയില്ല. മനുഷ്യൻ സാധാരണ കാര്യങ്ങൾ ചെയ്യും. മനുഷ്യൻ ലോകത്തിലുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്യും. അല്ലാതെ ഒരു പുതിയ കാര്യം ചെയ്യാൻ മനുഷ്യന് കഴിയുകയില്ല. ഒരു അത്ഭുതം ചെയ്യാൻ ഒട്ടും കഴിയുകയില്ല. അത് ദൈവത്തിന് മാത്രം പറഞ്ഞിരിക്കുന്ന, ദൈവത്തിന് മാത്രം കൊടുത്തിരിക്കുന്ന, ദൈവത്തിന് മാത്രം നൽകാവുന്ന ഒരു ബഹുമാനമാണ് അത്ഭുതങ്ങൾ ചെയ്ത ദൈവം. എന്താണ് ദൈവം അവർക്ക് വേണ്ടി ചെയ്ത അനുഗ്രഹങ്ങൾ, ദയയും സ്നേഹവും അത്ഭുതം എന്തായത്? അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു. അവരുടെ ബന്ധനങ്ങളെ അറുത്തുകളഞ്ഞു. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ലവിങ് കൈൻഡ്നസ്, സ്നേഹവും ദയയും എന്താണെന്നറിയാമോ? അവൻ നമ്മെ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഹി ബ്രോട്ട് ദം ഔട്ട് ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ദ ഷാഡോ ഓഫ് ഡെത്ത്. ഇരുട്ടിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്നവനാണ് ദൈവം. ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ അധ്യായങ്ങളിൽ, ആരും അറിയണ്ട എന്ന് കരുതി കുഴഞ്ഞുപോയിടങ്ങളിൽ, ആരോടും പറയാനില്ലാതെ ആളുകളാൽ ഉപേക്ഷിക്കപ്പെട്ട അവസരങ്ങളിലും ഇരുട്ടിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. അന്ധതമസ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ദ ഷാഡോ ഓഫ് ഡെത്ത് എന്നാണ്. മരണത്തിൻ്റെ നിഴലുകളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. അതേ ശ്രദ്ധിക്കണമേ, മുമ്പോട്ടുള്ള പാതയ്ക്ക് വെളിച്ചം കാണാതെ സങ്കടവും ദുഃഖവും അനുഭവിച്ച് ഒരുപക്ഷെ മരണഭയം പോലും നമ്മെ അലട്ടുന്ന തരത്തിൽ ബുദ്ധിമുട്ടിലോ സങ്കടത്തിലോ ആയിരിക്കുന്നെങ്കിൽ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവം, അവിടെ നിന്ന് നമ്മെ സ്വതന്ത്രമാക്കുന്ന ദൈവം. ആ ദൈവം ചെയ്യുന്നത് ആൻഡ് ബ്രേക്ക് ദെയർ ബോൺസ് ഇൻ സണ്ടർ. ശ്രദ്ധിക്കണമേ, അവരുടെ ബന്ധനങ്ങളെ ഒടിച്ചു കളയുകയാണ്, ബന്ധനങ്ങളെ തകർത്ത് കളയുകയാണ്. അതാണ് ബന്ധനം. ഇരുളിൻ്റെയും മരണനിഴലിൻ്റെയും ബന്ധനങ്ങളിൽ ആയിപ്പോയി. രക്ഷപ്പെടുവാനുള്ള എല്ലാ വഴികളും അടഞ്ഞുവെന്ന് തോന്നുന്നയിടത്തും യഹോവയോട് നിലവിളിച്ചാൽ, കഷ്ടത അനുഭവിക്കുമ്പോൾ ദൈവത്തോട് നിലവിളിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ,
വിടുവിക്കുന്നൊരു ദൈവം. എവിടെ നിന്ന്? ഇരുട്ടിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, മരണഭയത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, ബന്ധനങ്ങളെ അറുത്ത് കളയുന്ന ദൈവം. അങ്ങനെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ച് ബന്ധനങ്ങൾ അറുക്കപ്പെട്ട ഒരാളിന് സ്തുതി ഒരു പുതിയ കാര്യമല്ല. സ്വാഭാവികമായി സ്തുതിക്കാൻ തുടങ്ങും. എങ്ങനെ സ്തുതിക്കും? എൻ്റെ ദൈവം എൻ്റെ ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ മാറ്റിയതിനാൽ ദൈവത്തിന് സ്തുതി, എൻ്റെ മരണഭയം മാറ്റിയതിനാൽ ദൈവത്തിന് സ്തുതി, എൻ്റെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞതിനാൽ ദൈവത്തിന് സ്തുതി. അങ്ങനെ അത്ഭുതകരമായ വിടുതലുകൾ നൽകുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വിടുതലുകളെ ഓർത്ത് ഇന്നും ഈ ദിവസവും നമുക്ക് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ലോകത്തിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഇരുട്ടിനെ മാറ്റാൻ കഴിയുകയില്ല. ലോകത്തിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ മരണഭയങ്ങളെ, മരണനിഴലുകളെ മാറ്റുവാൻ കഴിയുകയില്ല. ലോകത്തിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ ബന്ധനങ്ങളെ അറുത്ത് കളയുവാൻ കഴിയുകയില്ല. എന്നാൽ അവ ചെയ്യുവാൻ കഴിയുന്ന, നന്മ കാണിക്കുന്ന, ലവിങ് കൈൻഡ്നസ്, സ്നേഹവും ദയയും കാണിക്കുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ കരത്തിൽ ഇന്നും നമ്മെ ഏൽപ്പിക്കാം. ദൈവമേ, എൻ്റെ സങ്കടങ്ങളെ മാറ്റി, എൻ്റെ ഇരുളുകളെ മാറ്റി, എൻ്റെ മരണഭയങ്ങളെ മാറ്റി സ്വാതന്ത്ര്യവും വിടുതലും നന്മയും സ്നേഹവും ദയയും എൻ്റെ മേൽ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. അത് ഇന്നും ആ ദൈവത്തിൻ്റെ വിടുതലുകളുടെ കരം നമുക്ക് ഓരോ മണ്ഡലങ്ങളിലും അനുഭവിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാത്തരം ദാനങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇരുളിലും മരണനിഴലിലും ആയിരുന്ന ഇടങ്ങളിൽ, ബന്ധനങ്ങൾ ഞങ്ങളെ ഒതുക്കിക്കളഞ്ഞ ഇടങ്ങളിൽ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണെന്നും സ്നേഹവും ദയയും കാണിച്ച് നന്മ ചെയ്ത് അത്ഭുതങ്ങളെ ചെയ്ത് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നും അങ്ങയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വചനം കേട്ട എല്ലാവരുടെ മേലും അവിടുത്തെ വിടുതൽ അയക്കണം. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനാൽ നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലസ്.